ഒരു തീവണ്ടി 25.5 സെക്കൻഡ് കൊണ്ട് ഒരു ഇലക്ട്രിക് പോസ്റ്റ് മറികടക്കുന്നു. തീവണ്ടിയുടെ വേഗത 34 മീറ്റർ പ്രതി സെക്കൻഡ് ആയാൽ തീവണ്ടിയുടെ നീളം എത്ര? തീവണ്ടി 25.5 സെക്കൻഡ് കൊണ്ട് ഇലക്ട്രിക് പോസ്റ്റ് മറികടക്കുന്നു. നമുക്ക് സമയം തന്നിട്ടുണ്ട് 25.5 സെക്കൻഡ്. തീവണ്ടിയുടെ വേഗത തന്നിട്ടുണ്ട് 34 മീറ്റർ പ്രതി സെക്കൻഡ്. യൂണിറ്റുകൾ ഒരുപോലെയാണ്. ഇവിടെ സെക്കൻഡ്. അപ്പോൾ യൂണിറ്റുകൾ മാറ്റേണ്ട ആവശ്യമില്ല. തീവണ്ടിയുടെ നീളം കാണുക. തീവണ്ടിയുടെ നീളം എന്ന് പറഞ്ഞാൽ നമ്മൾ സഞ്ചരിച്ച ദൂരമാണ് കാണേണ്ടത്. ദൂരം കാണാനുള്ള സൂത്രവാക്യം, സഞ്ചരിച്ച ദൂരം കാണുന്ന സൂത്രവാക്യം വേഗത ഇൻറ്റു സമയം എന്നാണ്. വേഗത ഇൻറ്റു സമയം. ഡിസ്റ്റൻസ് ട്രാവൽ ഇസ് ഈക്വൽ ടു സ്പീഡ് ഇൻറ്റു ടൈം. നമുക്കിതിൽ വില കൊടുക്കുക. ദൂരം എന്ന് പറഞ്ഞാൽ തീവണ്ടിയുടെ നീളം കാണണം സമം വേഗത എത്രയാണ്? 34 മീറ്റർ പ്രതി സെക്കൻഡാണ്. ഇൻറ്റു സമയം എത്രയാണ്? 25.5 സെക്കൻഡാണ്. ഇത് ഗുണിക്കുക. 255 ഇൻറ്റു 34 ഗുണിച്ചാൽ മതി. ദശാംശം അവസാനം നീക്കിയാൽ മതി. 4 കൊണ്ട് ഗുണിക്കുമ്പോൾ 4 5 20 ശിഷ്ടം 2, 4 5 20 2 22 ശിഷ്ടം 2, 4 2 8 2 10. 3 കൊണ്ട് കുടിക്കുമ്പോൾ 5 15 ശിഷ്ടം 1, 5 15 1 16 ശിഷ്ടം 1, 2 6 7. കൂട്ടുമ്പോൾ 0 7 6 8. നമുക്കിനി ഇവിടുത്തെ ഒരു ദശാംശം നീക്കാണ്ട് ഈ ദശാംശം നീക്കുമ്പോൾ ഈ 0ത്തിന് വലിയാണ്ട് ഈ ഉത്തരം 867. അതായത് നമുക്ക് കിട്ടിയത് ഇത് ദൂരമാണ്. ദൂരം എന്ന് പറഞ്ഞാൽ തീവണ്ടിയുടെ നീളം. തീവണ്ടിയുടെ നീളം അഥവാ സഞ്ചരിച്ച ദൂരം നമുക്ക് കിട്ടി. എത്രയാണ് ഉത്തരം? 867 മീറ്റർ.